1951 പുറത്തിറക്കിയ SS ആൻഡ്രിയ ഡോറിയ എന്ന കപ്പൽ ഇറ്റലിയുടെ അഭിമാനവും ദേശീയ പുനരുജ്ജീവനത്തിന്റെ പ്രതീകവും ആഡംബരത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു പൊങ്ങിക്കിടക്കുന്ന കൊട്ടാരമായിരുന്നു. അതിന്റെ ആദ്യ യാത്ര 1953 3 വർഷത്തോളം ആയിരക്കണക്കിന് യാത്രക്കാരെ, സെലിബ്രിറ്റികൾ മുതൽ പ്രതീക്ഷയുടെ കുടിയേറിയവർ വരെ അറ്റ്ലാന്റിക്കിലുടനീളം അത് ഗംഭീരമായി കൊണ്ടുപോയി. എന്നാൽ അതിന്റെ 101ാമത്തെ യാത്രയിൽ, ജനോവയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള യാത്രയിൽ, അതിന്റെ വിധി മറ്റൊന്നായിരുന്നു. അത് സമുദ്ര ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു രാത്രിയായിരുന്നു. വർഷം 1956 ജൂലൈ 25 1706 ആളുകളുമായി, അതിൽ 1134 യാത്രക്കാരും 572 ജീവനക്കാരും ഉൾപ്പെടുന്നു. ആൻഡ്രിയ ഡോറിയ മസാച്യുസെറ്റ്സിലെ നൻഡക്കിന്റെ തീരത്തേക്ക് അടുക്കുകയായിരുന്നു. തിരക്കേറിയ കപ്പൽ പാതയായി അറിയപ്പെടുന്ന ഈ പ്രദേശം പ്രവചനാതീതവും പലപ്പോഴും കനത്തതുമായ മൂടൽമഞ്ഞിന് പേരുകേട്ടതായിരുന്നു. വളരെ പരിചയസമ്പന്നനായ പിയേറോ കലമായായിരുന്നു ആൻഡ്രിയ ഡോറിയയുടെ ക്യാപ്റ്റൻ. മൂടൽമഞ്ഞ് കാരണം കപ്പലിന്റെ വേഗത 23 നിന്നും ഏകദേശം 21.8 നോട്ട്സായി കുറച്ചിരുന്നു. പരിമിതമായ ദൂരക്കാഴ്ചയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കപ്പലിന്റെ ഏറ്റവും പുതിയ റഡാർ സംവിധാനത്തെ അദ്ദേഹം വളരെയധികം ആശ്രയിച്ചിരുന്നു. അക്കാലത്ത് താരതമ്യേന പുതിയ സാങ്കേതിക വിദ്യയായിരുന്നു അത്. അതേസമയം ന്യൂയോർക്കിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് വരികയായിരുന്ന സ്വീഡിഷ് അമേരിക്കൻ ലൈൻ യാത്രാ കപ്പലായ MS സ്റ്റോക്ക്ഹോം, ചെറുതും ഐസ് ബ്രേക്കിംഗ് ബോ ഉള്ളതുമായ സ്റ്റോക്ക്ഹോം 3rd ഓഫീസർ ജോഹാൻസന്റെ കമാൻഡിലായിരുന്നു. അദ്ദേഹം റഡാറിൽ നോക്കുമ്പോൾ ഏകദേശം 17 നോട്ടിക്കൽ മൈൽ അകലെ 2 കപ്പലുകളും കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള ഒരു പാതയിലായിരുന്നു. ഇവിടെയാണ് ദുരന്തം ആരംഭിച്ചത്. 2 കപ്പലുകളും റഡാറിൽ പരസ്പരം കണ്ടുപിടിച്ചെങ്കിലും അവരുടെ തീരുമാനത്തിൽ നിർണായക പിഴവുകൾ സംഭവിച്ചു. സ്റ്റോക്ക്ഹോം കൂടുതൽ അകലെയാണെന്നും പോർട്ട് ടു പോർട്ട് കടന്നു പോകുമെന്നും ആൻഡ്രിയ ഡോറിയയുടെ ജീവനക്കാർ വിശ്വസിച്ചു. അതിനാൽ അവർ അല്പം പോർട്ടിലേക്ക് തിരിഞ്ഞു. എന്നിരുന്നാലും സ്റ്റോക്ക്ഹോമിന്റെ ഓഫീസർ ആൻഡ്രിയ ഡോറിയ തന്റെ സ്റ്റാർബോർഡിലാണെന്നും വിശ്വസിച്ചു. കൂടാതെ ഒരു പോർട്ട് ടു പോർട്ട് പാസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം സ്റ്റാർബോർഡിലേക്ക് തിരിഞ്ഞു. മൂടൽമഞ്ഞ് കാരണം 2 കപ്പലുകളും പരസ്പരം തിരിഞ്ഞു. ഓരോ കപ്പലും മറ്റേ കപ്പൽ വിപരീതം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. 1956 ജൂലൈ 25 ഏകദേശം രാത്രി 11:10 എല്ലാം വൈകിയിരുന്നു. കനത്ത മൂടൽമഞ്ഞിലൂടെ ഐസ് തുളക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റോക്ക്ഹോമിന്റെ ശക്തിപ്പെടുത്തിയ ബോ ഒരു വലിയ ചുറ്റിക പോലെ പ്രവർത്തിച്ചു. ആൻഡ്രിയ ഡോറിയയുടെ സ്റ്റാർബോർഡിന്റെ വശത്ത് ഒരു ഭീമാകാരമായ 50 അടി നീളവും 30 അടി വീതിയുമുള്ള വിള്ളലുണ്ടാക്കി. അതിന്റെ 11 ഡക്കുകളിൽ 7 തുളച്ചു കയറി. അതിന്റെ ആഘാതം വിനാശകരമായിരുന്നു. ആൻഡ്രിയ ഡോറിയയിൽ പരിഭ്രാന്തി പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ധന ടാങ്കുകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന അറകളിൽ ഉടനടി വെള്ളം കയറി. യാത്രയുടെ അവസാനത്തിൽ അവ മിക്കവാറും ഒഴിഞ്ഞതായിരിക്കും. ഇത് കപ്പലിന്റെ സ്ഥിരതയെ ഗുരുതരമായി ബാധിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ കപ്പൽ അപകടകരമായ രീതിയിൽ ചരിഞ്ഞു. അതിന്റെ സ്റ്റാർബോർഡ് വശത്തേക്ക് 18 ഡിഗ്രിയിൽ കൂടുതൽ ചരിഞ്ഞു. ഈ കനത്ത ചരിവ് ഉടൻ തന്നെ അതിന്റെ പോർട്ട് വശത്തുള്ള പകുതി ലൈഫ് ബോട്ടുകളും പൂർണ്ണമായും ഉപയോഗശൂന്യമായി. ആശയക്കുഴപ്പങ്ങൾക്കും ഭയാനകവുമായ ചായ്വിനുമിടയിൽ മനുഷ്യന്റെ ധീരതയുടെ ഒരു ശ്രദ്ധേയമായ കഥ വികസിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ കലമായി ഉടൻ തന്നെ ഒരു SOS സന്ദേശം അയച്ചു. സ്റ്റോക്ക്ഹോം കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഇപ്പോഴും യാത്രായോഗ്യമാണ്. അതിന്റെ ജീവനക്കാർ സഹായിക്കാൻ തുടങ്ങി. എന്നാൽ ആ രാത്രിയിൽ യഥാർത്ഥ നായകന്മാർ ദുരിത SOS കോളുകൾക്ക് പ്രതികരിച്ച കപ്പലുകളായിരുന്നു. പ്രത്യേകിച്ച് ഫ്രഞ്ച് ലൈനറായ SS ഐലേഡി ഫ്രാൻസ്. അത് ഏതാനും മൈലുകൾ മാത്രം അകലെയായിരുന്നു. കനത്ത മൂടൽമഞ്ഞിലും ഇരുട്ടിലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഐലേഡി ഫ്രാൻസ് അതിന്റെ 44,000 ടൺ ഭാരമുള്ള കപ്പലിനെ വിദഗ്ധമായി നിയന്ത്രിച്ചു. സ്വന്തം ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് അതിവേഗം മുങ്ങിക്കൊണ്ടിരുന്ന ഡോറിയയിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യരെ അവർ രക്ഷപ്പെടുത്തി. ചരക്കു കപ്പലായ കേപ്പ് ആൻ എന്ന കപ്പലും US നേവി ട്രാൻസ്പോർട്ടായ PVT, പിന്നെ വില്യം H. തോമസ് എന്ന കപ്പലും ഉൾപ്പെടെ മറ്റു കപ്പലുകളും എത്തി. രക്ഷാപ്രവർത്തകരുടെ ഒരു കൂട്ടം രൂപീകരിച്ചു. അടുത്ത 11 മണിക്കൂറുകൾ അതിശയിപ്പിക്കുന്ന 1660 ആളുകളെ രക്ഷപ്പെടുത്തി. ധീരരായ പല രാജ്യങ്ങളിൽ നിന്നുള്ള നാവികർ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ വീരോചിതമായ രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടും ആൻഡ്രിയ ഡോറിയയ്ക്ക് രക്ഷയുണ്ടായിരുന്നില്ല. മണിക്കൂറുകളോളം അത് ആഴക്കടലിനെതിരെ അതിന്റെ അവസാന പോരാട്ടം നടത്തി. കപ്പൽ നഷ്ടപ്പെട്ടതിൽ അഗാധമായി ദുഃഖിതനായ ക്യാപ്റ്റൻ പിയേറോ കപ്പലിനൊപ്പം മുങ്ങാൻ ആഗ്രഹിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസർമാർ പിന്തിരിപ്പിച്ചു. ഒടുവിൽ 1956 ജൂലൈ 26 രാവിലെ 10:09 കൂട്ടിയിടിക്ക് ഏകദേശം 11 മണിക്കൂറിന് ശേഷം മനോഹരമായ SS ആൻഡ്രിയ നോർത്ത് അറ്റ്ലാന്റിക് തിരമാലകൾക്കിടയിലേക്ക് നിശബ്ദമായി താഴ്ന്നു. 225 അടി താഴെയായി വിശ്രമിക്കാൻ തുടങ്ങി.
ഈ ദുരന്തത്തിൽ 51 ജീവൻ നഷ്ടപ്പെട്ടു. ആൻഡ്രിയ ഡോറിയയിൽ നിന്ന് 46 പേരും സ്റ്റോക്ക്ഹോമിന്റെ കേടുവന്ന ബോയിൽ നിന്ന് 5 നാവികരും. ഒരു ദുരന്തകരമായ നഷ്ടമാണെങ്കിലും അതിജീവിച്ചവരുടെ വലിയ എണ്ണം രക്ഷാക്കപ്പലുകളുടെയും നാവികരുടെയും വേഗതയേറിയ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് ഒരു തെളിവായിരുന്നു. ആൻഡ്രിയ ഡോറിയയുടെ മുങ്ങൽ അന്വേഷണത്തിന് കാരണമായി. 2 ഷിപ്പിംഗ് കമ്പനികളും തുടക്കത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തിയെങ്കിലും എന്നിരുന്നാലും തുടർന്നുള്ള വിശകലനത്തിൽ നിരവധി നിർണായക ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടി. റഡാറിന്റെ തെറ്റായ വ്യാഖ്യാനം. 2 കപ്പലിലെയും ഓഫീസർമാർ റഡാർ വിവരങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇത് പരസ്പരം അകന്നു പോകുന്നതിന് പകരം പരസ്പരം തിരിയാൻ കാരണമായി. 2 കപ്പലുകളും തമ്മിൽ വ്യക്തവും നേരിട്ടുള്ളതുമായ ആശയവിനിമയത്തിന്റെ അഭാവം. ആൻഡ്രിയ ഡോറിയയുടെ രൂപകൽപ്പന സ്ഥിരതയുള്ളതായി കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും വേഗത്തിൽ ചരിയാനും ചരിഞ്ഞാൽ പോർട്ട് സൈഡിൽ ലൈഫ് ബോട്ടുകൾ ഉപയോഗശൂന്യമാകാൻ കാരണമാകുമെന്ന ഒരു പിഴവ് അതിനുണ്ടായിരുന്നു. ആൻഡ്രിയ ഡോറിയ ദുരന്തം സമുദ്ര വ്യവസായത്തിന് ഒരു വലിയ മുന്നറിയിപ്പായി വർത്തിച്ചു. ഇത് കപ്പൽ രൂപകൽപ്പനയിലും ലൈഫ് ബോട്ട് ലഭ്യതയിലും ഏറ്റവും പ്രധാനമായി മൂടൽമഞ്ഞിലെ നാവിഗേഷനും ശരിയായ റഡാർ വ്യാഖ്യാനത്തിനുമുള്ള വ്യക്തമായ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങളുടെ വികസനത്തിനും കാരണമായി. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾക്കിടയിലും കടലിൽ മനുഷ്യന്റെ വിവേകവും വ്യക്തമായ ആശയവിനിമയവും പരമപ്രധാനമാണെന്ന് ഇത് അടിവരയിട്ടു. ആൻഡ്രിയ ഡോറിയയുടെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു. കടലിന്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്ന ഒരു ദുരന്തപൂർണമായ കപ്പൽ തകർച്ചയായി മാത്രമല്ല, കടലിലെ സുരക്ഷയുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി. അതൊരു മനോഹരമായ കപ്പലിന്റെ ഭീകരമായ ഒരു രാത്രിയുടെ ദുരന്തമുഖത്ത് മനുഷ്യരാശിയുടെ ഏറ്റവും മികച്ച വീരോചിതമായ രക്ഷാപ്രവർത്തനത്തിന്റെ കഥയാണ്. അതിന്റെ മുങ്ങൽ തിരമാലകളിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു ഭാവിക്കുള്ള വഴി തുറന്നു. അതിന്റെ അവസാന വിധി നിർണായകമായ യാത്രയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ലോകമെമ്പാടുമുള്ള നാവികരെ തുടരുന്നുവെന്ന് ഉറപ്പാക്കി.